കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭൽ എന്ന് പറയുന്ന ഒരു ജില്ല ഉത്തർപ്രദേശിൽ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ തർക്കത്തെക്കുറിച്ചും ആ സംഭലിലെ ഒരു മോസ്കിലുണ്ടായിട്ടുള്ള പള്ളിയിലുണ്ടായിട്ടുള്ള ഒരു സർവേ നടപടികളെക്കുറിച്ചും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കലാപത്തെക്കുറിച്ചും അതിനെ തുടർന്ന് പോലീസ് വെടിവെപ്പിൽ 5 പേർ മരിച്ചതിനെക്കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ചെയ്തപ്പോൾ സംഭലിനെക്കുറിച്ച് മാത്രമല്ല നിരവധി ഏതാണ്ട് 13-15ഓളം വരുന്ന സ്ഥലങ്ങൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അവിടെയെല്ലാം ഇത്തരത്തിൽ പള്ളികൾക്ക് മുമ്പ് നേരത്തെ അവിടെ തന്നെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നതെന്നും ആ പറയപ്പെടുന്നത് എന്നുള്ള തർക്കങ്ങൾ ഇന്ത്യയിലെ നിരവധി കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ കോടതികളിൽ പലതും ഇത് സർവേ ചെയ്യുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ടെന്നും ഇന്ത്യ നീങ്ങുന്നത് വലിയ പ്രശ്നത്തിലേക്കാണ് എന്നുള്ളതുമൊക്കെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. കാരണം നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ ഇനിയും ഇത് പൊങ്ങി വരും എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. അന്ന് ആ വീഡിയോയിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഒന്നുകിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഒരു പുതിയ നിയമം വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കി എടുക്കുകയും വേണം. പക്ഷേ അത് വളരെ വിദൂരമായിട്ടുള്ള സ്വപ്നമാണ്. കാരണം BJP ആണ് ഭരിക്കുന്നത്, അവർക്ക് ഇതിൻ്റെ ഗുണഭോക്താവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, സുപ്രീം കോടതി തന്നെ ഇതിൻ്റെ പുറത്ത് ഒരു നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കണമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ നമുക്കറിയാം DY ചന്ദ്രചൂഡ് ഒരു വിധി ഗ്യാൻവാബി മസ്ജിദുമായി ചേർന്നിട്ടുള്ള ഒരു കേസിൽ അദ്ദേഹം ഒരു വലിയ പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം 1991 നിയമം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം 1947 ഓഗസ്റ്റ് 15 ആരാധനാലയങ്ങൾ എങ്ങനെയാണോ നിലനിന്നിരുന്നത് അങ്ങനെ തന്നെ നിലനിർത്താൻ പാടുള്ളൂ എന്നും അതിന് ആകെ ഒഴിവ് കൊടുത്തത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു തർക്കം എന്നുള്ള നിലക്ക് ബാബറി മസ്ജിദ് മാത്രമാണ്. അങ്ങനെ ഒരു നിയമം നരസിംഹറാവു ഗവൺമെൻറ് പാസ്സാക്കിയപ്പോൾ ആ നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഓരോ സ്ഥലത്തെയും ആരാധനാലയങ്ങളുടെ മതസ്വഭാവം എന്താണ് എന്നുള്ളത് പരിശോധിക്കാമെന്നും അത് കണ്ടെത്താമെന്നും DY ചന്ദ്രചൂഡ് ഒരു പരാമർശം നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അത് കണ്ടെത്തിയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ എങ്കിൽ പോലും അത് കണ്ടെത്താമെന്നുള്ള ഒരു പരാമർശം നടത്തിയതുകൊണ്ട് നിരവധി കേസുകൾ, ഗ്യാൻവാബി അടക്കമുള്ള നിരവധി കേസുകൾ പിന്നീട് ഉയർന്നു വന്നു. അതിലേറ്റവും ഒടുവിലത്തേതായിരുന്നു സംഭൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയും അദ്ദേഹം വളരെ കൃത്യമായി ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ആ സഞ്ജീവ് ഖന്നയും PV സഞ്ജീവ് കുമാറും അതുപോലെ KV വിശ്വനാഥൻ എന്ന് പറയുന്ന 3 പേരടങ്ങുന്ന ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1991 ഈ പറയുന്ന ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ആ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഒരു ഹർജി നിലനിന്നിരുന്നു. ആ ഹർജി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ നോട്ടീസ് അയച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അദ്ദേഹം ആ ഹർജി പരിഗണനക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പരിഗണനക്കെടുത്ത് അതിലൊരു തീർപ്പാകുന്നത് വരെ ഇനി സംഭലടക്കമുള്ള ഒരു വിഷയങ്ങളിലും തുടർ നടപടികൾ ഉണ്ടാകരുത് എന്ന് വിധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ നിങ്ങൾ ഇനി ഒരു കോടതികളിലും ഇത്തരത്തിൽ അവിടെ പള്ളികൾക്ക് പുറകിൽ അമ്പലമുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്പലത്തിന് പുറകിൽ പള്ളി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കേസുകളുമായി വരരുതെന്നും അത്തരത്തിലുള്ള ഒരു ഹർജിയും സ്വീകരിക്കരുത് എന്നും പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി എവിടെയെങ്കിലും അത് സ്വീകരിച്ചതാണെങ്കിൽ തന്നെ അതിൽ തുടർ നടപടികൾ ഉണ്ടാകരുത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സർവേ നടത്തിയിട്ടുള്ള സ്ഥലമാണെങ്കിൽ തന്നെ അതിൻ്റെ പുറത്തും വീണ്ടും തുടർ നടപടികൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു തുടർ നടപടികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കേസാണെങ്കിൽ പോലും അതിൻ്റെ അന്തിമ തീരുമാനം സുപ്രീം കോടതി ഈ 1991 വാർഷിപ്പ് ആക്ട് പ്രകാരമുള്ള കേസിൽ തീരുമാനമെടുക്കുന്നത് വരെ ഉണ്ടാകരുത് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഇതൊരു താൽക്കാലിക വിധിയാണ്. പക്ഷെ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ ലിസ്റ്റിന് നീളില്ല തൽക്കാലത്തേക്ക് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ കേസ്, ആ ബാബറി മസ്ജിദിൻ്റെ കേസ് നടന്നപ്പോൾ തന്നെ അതിൻ്റെ 5 അംഗ ബെഞ്ച് 1947 ഓഗസ്റ്റ് 15 ആരാധനാലയങ്ങൾ ഏത് രൂപത്തിലായിരുന്നോ അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ സാധുത ഒരിക്കൽ കൂടി അവർ അരക്കിട്ടുറപ്പിച്ചതാണ്. പക്ഷേ ഇത്തവണ സഞ്ജീവ് ഖന്ന അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മതസ്വഭാവം എന്താണെന്നുള്ളത് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതിലാണ് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. ആ മതസ്വഭാവം എന്താണ് എന്നുള്ളത് തീരുമാനിക്കാൻ
ഇപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെന്ന് കുഴിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ കുഴിച്ചു നോക്കണ്ട എന്ന് തീരുമാനിക്കുകയും പകരം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിലുള്ള രേഖകൾ പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ പോലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാതെ വയ്യ, അത് നമ്മുടെ ജനത എത്രത്തോളം ഡെവലപ്ഡ് ആകുന്നു, എത്രത്തോളം കുറേ കൂടി ഔന്നത്യമുള്ളവരാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഭാവി. അത് സുപ്രീം കോടതിയും പാർലമെൻറ്റും ആര് തന്നെ വിചാരിച്ചാലും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇതിനെയും മറികടക്കാൻ വേണമെങ്കിൽ ഒരു നിയമം BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്ന ഏതൊരു കക്ഷികൾക്കോ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും ഇതൊരു വലിയ ഭീഷണിയായി തീരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. 1991 ആക്റ്റിൽ ആ ആക്ട് ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് കൂടി ആ കോടതി, ബാബറി മസ്ജിദിന് വിധി പറഞ്ഞിട്ടുള്ള കോടതി, അതിലെ 5 അംഗ ജഡ്ജിമാർ വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എത്ര വലിയ ഭരണഘടനയാണെങ്കിലും എത്ര വലിയ തോതിൽ സുപ്രീം കോടതി തീരുമാനം പറഞ്ഞാലും നമ്മുടെ ജനതയുടെ മതേതര മനസ്സുകൂടി കൈവിട്ട് പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത കൂടി ഇന്ത്യൻ ജനതയ്ക്കുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കാതിരിക്കൂ. പക്ഷെ അതിൽ നിന്ന് 1980-കൾക്ക് ശേഷം വലിയ പുറകോട്ട് പോകൽ ഇന്ത്യൻ സമൂഹത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. മതപരമായി വിഭജിക്കുന്നതിൽ വലിയ തോതിലുള്ള വിജയം പല രാഷ്ട്രീയ പാർട്ടികളും കൈവരിച്ചിട്ടുണ്ട്. അത് വലിയ ആയുധമാക്കാൻ കഴിയുമെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നും അങ്ങനെ കൃത്യമായി നമ്മുടെ മനസ്സുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നും വിചാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സുപ്രീം കോടതി മാത്രം തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിനെയും പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ഈ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട, ജനങ്ങളെ കുറേ കൂടി അവരെ എക്യുപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവശ്യമുണ്ടായാൽ, ആളുകൾ അങ്ങനെ എക്യുപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും അവൻ്റെ ജീവൻ്റെ പ്രശ്നങ്ങളിലേക്ക്, അവൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കണ്ണും മനസ്സും എത്തുകയുള്ളൂ. അതിന് പകരം സമ്പലും ബാബറി പള്ളിയും അയോധ്യയും ഒക്കെ ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള ഉപകരണങ്ങളായി വീണ്ടും 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 അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കുഴിച്ചുകൊണ്ടാണ് ഇത് തീരുമാനിക്കാൻ തുടങ്ങുന്നതെങ്കിൽ എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശരാശരി 70 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ് വരെയൊക്കെ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ 6 തലമുറകൾക്ക് മുമ്പ് 10 തലമുറകൾക്ക് മുമ്പ് ഇനി ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, അമ്പലം പൊളിച്ച് പള്ളി പണിതിട്ടുണ്ടെങ്കിൽ തന്നെ, അതിനിപ്പോൾ നമ്മൾ 600 കൊല്ലം മുമ്പുള്ള കാര്യം കുഴിച്ചു നോക്കി അന്ന് ചെയ്ത് തെറ്റിന്ന് തിരുത്താൻ തുടങ്ങുന്നത് തന്നെ എത്രയോ മൗഢ്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഹർജിയുമായിട്ട് വരുന്നവരെ കൊണ്ട് ഞാൻ പറയുന്നത് 600 കൊല്ലം മുമ്പല്ല, 1000 കൊല്ലം മുമ്പും 1500 കൊല്ലം മുമ്പും 5000 കൊല്ലം മുമ്പുള്ള കുഴിയെടുത്തിട്ട് അവിടെ എന്തായിരുന്നു എന്ന് നോക്കിയാൽ ചിലപ്പോൾ മനുഷ്യർ പോലും ഉണ്ടാവില്ല, മറ്റ് ജീവജാലങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരത്തിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ ജീവിച്ചിട്ടുണ്ടാവുക ആ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ പുറത്ത് അവകാശം എന്നൊക്കെ വിചാരിക്കുന്നത് എത്രയോ അബദ്ധമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ചരിത്രപരമായ പണ്ട് 600 കൊല്ലം മുമ്പ് ആരെങ്കിലുമൊക്കെ ചെയ്ത തെറ്റുകൾ ഇപ്പം നമ്മൾ തിരുത്താൻ പോകുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ കെടുത്തുന്നതാണ് എന്നുള്ളത് ഏതൊരു ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വൈകാരികതയെ, അവൻ്റെ മതപരമായ സ്നേഹത്തെയും വൈകാരികതയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായ ചില താൽക്കാലിക അധികാരങ്ങളും നേട്ടങ്ങളും സമ്പത്തുമൊക്കെ നേടാനുള്ള ചിലരുടെ സൂത്രപ്പണികളാണെന്ന് നമ്മുടെ ജനത തിരിച്ചറിഞ്ഞാലാണ് മാത്രമേ സുപ്രീം കോടതിക്കും ഭരിക്കുന്നവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ നമ്മളെ സഹായിക്കാനാവൂ എന്നുള്ളതാണ് ആത്യന്തികമായ കാര്യം.